ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഇത് കർത്ത ദിവസമാണല്ലോ, ഒരു പ്രത്യേകിച്ച് നല്ലൊരു സൺഡേയായി കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രണ്ടാമത്തെ മാസത്തിൽ ആമേൻ സ്തോത്രം, ആമേൻ രണ്ടാമത്തെ ഞായറാഴ്ച ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ആമേൻ നൽകിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെടുത്തേണ്ടതിനായി ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം അല്പനിമിഷം ധ്യാനിപ്പാൻ ആമേൻ സങ്കീർത്തനങ്ങൾ 18-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 18-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. ആമേൻ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകിയത്. ഒന്ന്, ഇതിനകത്ത് ആമേൻ സ്തോത്രം 4 ദൂതുകൾ ഒറ്റ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുക. 4 ദൂതുകൾ. ഈ ദൂതിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, യഹോവ ജീവിക്കുന്നു. ഹല്ലേലൂയ. 18-ാമത്തെ അധ്യായം നമുക്കറിയാം. ദാവീദ് വളരെ ശക്തമായി ദൈവസന്നിധിയിൽ പറയുന്നത്, ഓരോ വാക്കുകൾക്കും 1000 ദൂതുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആമേൻ സ്തോത്രം. ദാവീദ് തുടക്കം തന്നെ ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ ശൈലം. കണ്ടോ, എല്ലാ കാര്യാദികളും എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ആമേൻ ദൈവത്തെ എത്രത്തോളം പുകഴ്ത്തുവാൻ പറ്റുമോ, ദൈവത്തെ എത്രത്തോളം വാഴ്ത്തുവാൻ പറ്റുമോ അത്രത്തോളം ദാവീദ് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, കേവലം ഒരു ഞായറാഴ്ച കൊണ്ട് നമ്മുടെ ആരാധന തീരുന്നില്ല. കേവലം ഒരു കോട്ടേജ് മീറ്റിംഗ് കൊണ്ട് നമ്മുടെ ആരാധന തീരുന്നില്ല. കേവലം ഒരു കൺവെൻഷൻ കൊണ്ട് നമ്മുടെ ആരാധനകൾ തീരുന്നില്ല. നമ്മുടെ ആത്മീക മണ്ഡലങ്ങൾ തീരുന്നില്ല. നമ്മെ ദൈവം ഏൽപ്പിച്ച ദൗത്യം തീരുന്നില്ല. ആമേൻ. ഇവിടെ വായിക്കുന്നത് എല്ലാ ദിവസവും അനുനിമിഷം ആമേൻ ദാവീദ് പറയുക, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഓരോ ദിവസവും നമ്മൾ കാണുന്നില്ലേ നമ്മുടെ കർത്താവ് നമ്മെ കരുതുന്നത്. ഹല്ലേലൂയ. രക്ഷയുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഗോപുരവും. ആമേൻ. അങ്ങനെ ദാവീദ് പ്രാരംഭത്തിൽ തന്നെ ദൈവത്തെ ആമേൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തെ എന്തെല്ലാം കാര്യങ്ങളിൽ ദൈവത്തെ പോഴ്ത്തുന്നറിയാമോ? ഒന്ന്, ആമേൻ ദാവീദിനെ എന്ത് ചെയ്തറിയാമോ? യഹോവ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചു. ആ കാലത്താണ് ഈ സങ്കീർത്തനം ആമേൻ യഹോവയ്ക്ക് വേണ്ടി ഒരു പാട്ടായിട്ട് എഴുതിയത്. ഇതൊരു പാട്ടാണ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദൈവത്തെ ഒന്ന് പുകഴ്ത്തുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിന് വേണ്ടി ആമേൻ തൻ്റെ ജീവിതം സമർപ്പിക്കുന്നതുമായ ഒരു സങ്കീർത്തനമാണ് നമ്മളിവിടെ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ടത്. അവിടെ അതിൻ്റെ 46-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് പകൽക്കാലവും ആമേൻ ജീവിക്കുന്നു. എങ്ങനെ ജീവിക്കുന്നു? കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ അത് ആമേൻ സ്തോത്രം, അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ ഒരാൾ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. മോനെ, അത് ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് പറയാൻ അതവരെ കാര്യസ്ഥനെ, എൻ്റെ കാര്യസ്ഥനെ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ അയക്കും. ആമേൻ സ്തോത്രം. ആമേൻ. ആ കാര്യസ്ഥൻ നിങ്ങളെ ഉപദേശിച്ച് വഴി നടത്തും. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഈ കാര്യസ്ഥൻ നമ്മെ ഓരോ ദിവസങ്ങളും ഉപദേശിച്ച് ആമേൻ നടത്തുവാൻ ഈ യഹോവ ജീവിച്ചിരിക്കുന്നു. 2, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. കണ്ടോ, സ്തോത്രം. എൻ്റെ പാറ ആരെന്നറിയാമോ? വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഞാൻ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. ആമേൻ. സ്തോത്രം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. തീങ്കൽ പാറയെ നോക്കി കർത്താവ് പറഞ്ഞു, ഇതിനകത്ത് ഈ ജനത്തിന് മുഴുവൻ കുടിക്കാൻ, കന്നുകാലികൾക്ക് കുടിക്കാൻ, അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇതിനകത്ത് വെള്ളം ഞാൻ നിറച്ചു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പാറയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ആമേൻ ഒരു മനുഷ്യൻ പോലും നോക്കത്തില്ല. അത്ര കറുത്ത ഒരു തീങ്കൽ പാറ. ഇന്ന് പകലില് ദൈവപൈതലേ, ഹല്ലേലൂയ, പ്രതീക്ഷ അറ്റുപോയ നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കാൻ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒരു വകയുമില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. പക്ഷെ ഇല്ല, എല്ലാ സാഹചര്യങ്ങളും നിനക്ക് പ്രതികൂലമാണെങ്കിലും ഉയരത്തിലെ കരം ഇന്ന് പകലിൽ നിന്നെ തേടി ഇറങ്ങി വരുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ, ദൈവകുഞ്ഞെ, നിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു പ്രഭാതമാണ്. അതാ പറഞ്ഞത്, പാറ വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത്, എൻ്റെ രക്ഷയുടെ ദൈവം, ആമേൻ, ഉന്നതൻ തന്നെ. ആമേൻ. എൻ്റെ ദൈവം ആരെന്നറിയാമോ? ഉന്നതൻ. ആമേൻ. അത്യുന്നതൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിനക്ക് കാര്യം സാധിപ്പിച്ചു തരുന്ന ഒരു ഉന്നതൻ നിന്റെ മധ്യത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ ദൈവം? ഇതിലെ നിന്നെ നടത്തുവാൻ നിന്റെ കൂടെ ഉള്ളവർക്ക്, ആമേൻ, അവരെല്ലാം നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്റെ കാര്യാദികൾ കണ്ടുപിടിച്ച് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ കേട്ട്, ആമേൻ, അതനുസരിച്ച് നിനക്ക് മറുപടികൾ തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ഈ കർത്താവ് ഉന്നതനാണ്. ഹല്ലേലൂയ. ഇവതാരെന്നറിയാമോ? ഉന്നതൻ. ആമേൻ. നല്ലവണ്ണം അറിഞ്ഞ വ്യക്തിയാണ് ദാവീദ്. ദാവീദിനെ പല ഭാഗത്തും നമുക്കറിയാം. ദാവീദിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വെറുതെ ആടിൻ്റെ സ്മെല്ലുള്ളവൻ, ആമേൻ, ആട്ടിൻ്റെ കൂടെ വസിക്കുന്നവൻ, ആമേൻ, ആടുകളെ തീറ്റുന്നവൻ, ആമേൻ, പറയാൻ വേറെ ക്വാളിറ്റി ഒന്നുമില്ല. മുമ്പ് ഒരു, ആമേൻ, സ്തോത്രം, വേദിയിൽ പോലും താൻ, ആമേൻ, രാജാവായിരുന്നിട്ടില്ല. തനിക്ക് രാജസ്ഥാനം കൊടുത്താൽ എങ്ങനെയാണ്, ആമേൻ, സ്തോത്രം, ഈ രാജാവായിരിക്കാൻ പ്രാഗൽഭ്യമുണ്ടോ? ആമേൻ, മുൻപ് ഏതെങ്കിലും, ആമേൻ, രാജ്യത്ത് രാജാവായിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വ്യക്തികളോട് ഇടപെട്ടിട്ടുണ്ടോ? ഇതൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, ആമേൻ, പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ആമേൻ, സ്തോത്രം, ഈ പ്രഭാതവേളയിൽ സ്വർഗം വിളിച്ചു പറയുന്നൊരു വാക്ക്, ആമേൻ, മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. എൻ്റെ രക്ഷയുടെ ദൈവവും ഉന്നതൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. അവൻ ഉന്നതനാണ് ദൈവപൈതലേ. അടുത്ത 47 പറയുന്നു, ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യും, ജാതികളെ എനിക്ക് കീഴടക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ശത്രുക്കളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. ആമേൻ. സഹസക്കാരൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. കണ്ടോ, ഈ ഉന്നതൻ്റെ പദ്ധതികളെ ദാവീദ് 1, 2, 3 എന്ന് പറഞ്ഞ് വർണ്ണിക്കുകയാണ്. ദാവീദ് അത്രമേൽ ശത്രുക്കൾ, ആമേൻ, അണിനിരന്നു വന്നു. അവൻ്റെ തലയിൽ എപ്പോഴാണോ കർത്താവ്, ആമേൻ, ശമൂവേലിൽ കൂടെ അഭിഷേകം ചെയ്തത്, അപ്പോൾ മുതൽ ദാവീദിന് ശത്രുക്കൾ കൂടി. ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നിങ്ങളോട് ഇടപെടട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഒരു കറുത്ത ദിവസം കൂടെ ഞങ്ങളുടെ പാതവെഴുത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തിനായി നന്ദി കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.